എടി ഇന്നലെ അമ്മായി വിളിച്ചിരുന്നു നിന്റെ കല്യാണത്തിൻ്റെ കാര്യം തിരക്കാൻ. സ്വന്തം മോൻ 10-35 വയസ്സായിട്ട് ജോലിയുമില്ല, പെണ്ണും കെട്ടാതെ നടന്നിട്ട് ഒരു കുഴപ്പവും ഓർക്കില്ല. നിന്റെ പേരും പറഞ്ഞ് ടെൻഷൻ അടിക്കണമെന്നാണ് അവർ പറയണത്. അതല്ലേ അമ്മ അവരെ സ്ഥിരം പരിപാടി. സ്വന്തം വീട്ടിലെ തീ അണയ്ക്കാൻ പറ്റില്ല, എന്നിട്ടാണ് മറ്റുള്ളവരുടെ വീട്ടിലെ പുക നോക്കി നടക്കുന്നത്. ആ താരമ്മയുടെ കാര്യം വിട്ടേക്ക്. കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ നിന്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ അവർക്ക് എന്താണ് യോഗ്യത ഉള്ളത്? ആ കല്യാണത്തിന് അവളും അവളെ മക്കളും വിട്ടിരുന്ന ഡ്രസ്സ് നീ കണ്ടില്ലേ? എന്നിട്ടാണ് നിന്റെ കുർത്തിയെ കുറ്റം പറയണത്. നീ തുണി കൊടുക്കാതിരുന്നെങ്കിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്നെങ്കിലും പറയാമായിരുന്നു. ആ പിന്നെ നമ്മുടെ വല്യമ്മയുടെ കാര്യം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറയുക ഞാൻ തടി വെച്ചെന്ന്. അവർ മനഃപൂർവ്വം പറയുന്നത് ഇതൊക്കെ അല്ല അമ്മ. അവരെ ശീലമാകായിപ്പോയി മക്കളാ. ആരെ കണ്ടാലും ഒന്നിൽ തടി കൂടിപ്പോയി അല്ലെങ്കിൽ മെലിഞ്ഞു പോയി. അവരെ മരുമോള് വണ്ണം വെച്ചാൽ പറയും അത് ഐശ്വര്യമാണെന്ന്. വേറെ ആരെങ്കിലും വണ്ണം വെച്ചാൽ തടിയും പൊണ്ണത്തടിയും ആവും. വല്യമ്മയുടെ മോൻ ദുബായി പോയിട്ട് വന്നിട്ട് ഒരു വാച്ച് പോലും ആർക്കും കൊടുത്തില്ല. പക്ഷേ അവൻ നാട്ടുകാരോട് മുഴുവൻ പറയുന്നത് അവ അവിടുത്തെ കമ്പനിയിൽ ഏതോ വലിയ മാനേജറാണെന്നാ. ആണോ? ആ അതെ, മാനേജറൊന്നും അല്ല, ഏതോ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അവൻ നാട്ടിൽ വരുമ്പോൾ വലിയ വെയിറ്റ് ഇട്ട് നടക്കണമല്ലേ. ചെറിയമ്മ വന്നപ്പം ഞാൻ കൊടുത്ത ചായക്ക് മധുരമില്ലെന്ന് പറഞ്ഞ് നിനക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കും? അവർക്ക് ആ ചായ കുടിച്ചിട്ട് തലവേദനയും വയറുവേദനയൊക്കെ വന്നെന്നല്ലേ പറഞ്ഞത്. കഷ്ടം തന്നെ. അവരുടെ വീട്ടിൽ ചെന്ന് ഉറുമ്പിന് പോലും ഒരു തരി മധുരം കിട്ടൂല, അത്രയ്ക്ക് പിശുങ്കിയാണ് അവർ. അമ്മ ഇതാ താര അമ്മായി വിളിക്കണ്. എട്, എന്നിട്ട് നീ സ്പീക്കറിലെട്. ആ അമ്മായി സുഖാണോ? ആ അമ്മ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ആ ഞങ്ങൾ അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്നാ അമ്മ ഇങ്ങോട്ട് വരുന്നേ? ആ അമ്മായിയെ കാണാൻ കൊതിയായി. ആ താരേ, സുഖമാണോ? നീ എന്നാ വരുന്നത്? നിന്റെ ഉപദേശം കേൾക്കാതെ എനിക്കൊരു സുഖവുമില്ല. ഇനി അവർ വരുമ്പോൾ നല്ല മധുരത്തിൽ ചായയും ബിസ്ക്കറ്റും കൊടുത്തിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം.